കടീനെ കാണാൻ ഒരു പുച്ഛലക്ഷണക്കാരൻ വന്നിരിക്കുന്നു. പൂച്ചഭക്ഷണക്കാരനോ? പൂച്ചഭക്ഷണമല്ല, പുച്ഛലക്ഷണം. എന്ന് വെച്ചാൽ ലക്ഷണം ഒപ്പിച്ച് പുച്ഛിക്കുന്നയാളാണോ? അതൊന്നും അറിയില്ല, പോയി നോക്ക്. കടിയൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചു വരുത്തി പുച്ഛിക്കാനായിരിക്കും സൂത്ര. ചേട്ടന്റെ വാല് കണ്ടാലേ അറിയാം. എന്തറിയാമെന്ന്? വാലാണെന്നോ? അതല്ല, ശരിക്കും ഒരു ചക്രവർത്തിയുടെ വാലാണിത്. സൂത്ര, ഇത് ഇങ്ങനെ കടിയന്റെ വാലിനെ പുച്ഛിക്കുന്നു. സിംഹത്തിന്റെ വാൽ നോക്കി വേറൊരാളുടെ വാല് പോലെ എന്നല്ലേ പറഞ്ഞത്? ആ, നിങ്ങൾ വന്നോ? ഇത് പുച്ഛലക്ഷണക്കാരൻ, പുഞ്ചപുച്ചൻ. മനസ്സിലായില്ല അല്ലേ? പുച്ഛമെന്ന് പറഞ്ഞാൽ വാൽ. അപ്പോൾ വാൽമാക്രിക്ക് പുച്ഛമാക്രി എന്ന് പറയാ അല്ലേ? വാൽ നോക്കി ലക്ഷണം പറയുന്നത് എന്റെ ജോലി. വിശേഷമൊക്കെ പിന്നെ പറയാം. എന്റെ ലക്ഷണം മുഴുവൻ പറയടേ. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ആ പ്രശ്നം ഇന്നത്തോടെ തീരും. നാളെ ശനിയാഴ്ചയാവുമല്ലോ. കളിയാക്കുകയാണോ? പുച്ഛലക്ഷണക്കാരനെ പുച്ഛിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. വെറുതെ ചിരിക്കുന്നോ? പറയൂ, വെള്ളിയാഴ്ച എന്താ പ്രശ്നം? അങ്ങയുടെ വാൽ ലക്ഷണം അനുസരിച്ച് ഈ വെള്ളിയാഴ്ച കൂടുതൽ പേരെ കാണാൻ പാടില്ല. എന്ന് വെച്ചാൽ? കാണുന്നവരുടെ എണ്ണം കൂടുന്തോറും ശരീരത്തിന് വേദന കൂടിക്കൊണ്ടേയിരിക്കും. അതിരിക്കട്ടെ, ചേട്ടൻ ഇതുവരെ എത്ര പേരെ കണ്ടു? കാലത്ത് മോനെ കണ്ടു, പിന്നെ നിങ്ങളെ കണ്ടു, പിന്നെ ഈ പരമദ്രോഹികളെയും കണ്ടു. ഓരോന്നും കേറി വന്നോളും നേരെ വെളുക്കുമ്പോഴേക്കും. ഇന്നിനധികം പേരെ കാണാതിരിക്കുന്ന ശരീരത്തിന് നല്ലത്. അതിനെന്ത് ചെയ്യും? ഇന്ന് മുഴുവൻ ഗുഹയിൽ തന്നെ ഇരുന്നോളൂ. ആരെയും അകത്ത് കടത്തുകയും വേണ്ട. ഇവന്മാര് തന്നെ ഇവിടെ കാവല് നിൽക്കട്ടെ. ആരെയും അകത്തേക്ക് വിടണ്ട. ചതിച്ചോ? ആരെങ്കിലും അകത്ത് വന്നാൽ നിങ്ങൾക്ക് ആ ഇടി കേട്ടല്ലോ. സന്തോഷം. ഹലോ, സൂത്രന്റെ വാൽ നോക്കി ലക്ഷണം പറയാമോ? ഈ വാലിൽ ഭാഗ്യദേവത കുടികൊള്ളുന്നുണ്ട്. ആ കറുത്തു കാണുന്നതാണോ? അത് ഭാഗ്യദേവതയല്ല, ഒരു പ്രാണിയാ. ബന്ധുബലവും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറെ കാലമായി കാണാതിരുന്ന പല ബന്ധുക്കളെയും ചങ്ങാതിമാരെയും ഓട്ടം കാണും. സൂത്ര, തന്റെ സുഹൃത്തുക്കളെ വല്ലവരെയും കുറെ കാലമായി കാണാതെ പോയിട്ടുണ്ടോ? മാത്രമല്ല, ഈ വാലിന്റെ ബലത്തിൽ തനിക്ക് ലോകം മുഴുവൻ ചുറ്റാൻ കഴിയും. എന്റെ വാലത്ര മോശമല്ലെന്ന് എനിക്കും തോന്നിയിരുന്നു. എന്റെ വാലും ആ പുച്ചക്കാരനെ കാണിക്കാമായിരുന്നു. ഞാനെത്തി. അതാരാ?